നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗ്യാരണ്ടികൾ ഒരുപാട് കേൾക്കുന്ന ഇലക്ഷൻ പ്രചരണമാണല്ലോ നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെങ്കിൽ വിവാദ പ്രസംഗങ്ങൾ കൊണ്ട് ഇലക്ഷൻ രംഗം അങ്ങ് കൊഴുപ്പിക്കുകയാണ്. അതും വെറുതെയല്ല. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ മുസൽമാന്മാർ ആ പണം അവർക്ക് കൈമാറും, അല്ലെങ്കിൽ രാജ്യത്തിന്റെ സമ്പത്ത് അവരിലേക്ക് കൂടുതൽ പോകും എന്നാണ് പറയുന്നത്. അത് വിവാദമായപ്പോ അടുത്ത ഒരു പ്രസംഗവുമായി വന്നു. കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ ഹനുമാൻ ഭജന കേൾക്കാൻ പോലും ആളുകൾക്ക് സാധിക്കില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ജീവിക്കുന്നത് ഡിജിറ്റൽ ഇന്ത്യയിലാണ്. എല്ലാം ഡിജിറ്റലായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഓരോ ദിവസവും കാണുന്നു ഡിജിറ്റലായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഹനുമാൻ ഭജന നടത്തിയാൽ അല്ലെങ്കിൽ അത് കേൾക്കാതിരുന്നാൽ ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ വിശക്കുന്നവന്റെ വയർ നിറയുമോ? മുസ്ലിങ്ങൾ പണമുണ്ടാക്കിയാൽ എന്താണ് കുഴപ്പം? ഇവിടെ അദാനിക്കും അംബാനിക്കും മാത്രം പണമുണ്ടാക്കിയാൽ മതിയോ? നമ്മുടെ നാട്ടിൽ ശതകോടീശ്വരന്മാർ വളർന്നു വരുന്നതല്ലാതെ ദാരിദ്ര്യം അതിന്റെ അങ്ങേയറ്റത്ത് വന്നു നിൽക്കുന്നു ഇപ്പോഴും. മോദി നേരത്തെ പറഞ്ഞൊരു ഗ്യാരണ്ടി ഉണ്ട്, ഓർമ്മ കാണുമല്ലോ എല്ലാവർക്കും. കൃഷിക്കാരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്നാണ് പഴയ ഗ്യാരണ്ടി. വർഷം തോറും 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. 100 ദിവസങ്ങൾക്കകം വിദേശത്തുള്ള മുഴുവൻ കള്ളപ്പണവും തിരിച്ചു പിടിക്കും. ഓരോ കുടുംബത്തിനും 15 ലക്ഷം രൂപ വീതം നൽകും. ഇന്ത്യയെ $5 ട്രില്യൺ വരുമാനമുള്ള നാടാക്കും. പെട്രോളും ഡീസലും 50 രൂപയ്ക്ക് ലഭ്യമാക്കും. രൂപയുടെ വിനിമയ മൂല്യം ശക്തമാക്കും. 2022 100 സ്മാർട്ട് സിറ്റികൾ. 2022 എല്ലാവർക്കും പാർപ്പിടം. 21 ഗംഗാ നദിയെ ശുദ്ധീകരിക്കും. അങ്ങനെ രാജ്യത്ത് പട്ടിണി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതാക്കും. രൂപയുടെ വിനിമയ മൂല്യം വർദ്ധിച്ച് ഇപ്പോ ഒരു കഴമ്പുമില്ലാത്ത രീതിയിലേക്ക് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. തൊഴിലില്ലാതാവുന്ന യുവജനങ്ങൾ അടിക്കടി ലക്ഷക്കണക്കിനാണ് ഇന്ത്യയിൽ വരുന്നത്. ഇവിടെയുള്ള യുവജനങ്ങൾ തൊഴിൽ തേടി അന്യരാജ്യങ്ങളിലേക്ക് ദിവസവും വിമാനം കയറുന്നു. ഇതൊക്കെയാണ് മോദിയുടെ ഗ്യാരണ്ടി. കള്ളപ്പണം തിരിച്ചുപിടിക്കാൻ ഒരുപാട് പ്രയത്നം നടത്തി. എത്ര രൂപ വന്നു എന്ന് ഇതേവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. എങ്ങനെ വെളിപ്പെടുത്താനാണ്? അതുകൂടാതെ ഇപ്പോഴാ ഹനുമാൻ ഭജനയും മുസ്ലിങ്ങൾ പണമുണ്ടാക്കുന്നതുമാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ കുഴപ്പങ്ങൾ എന്ന് തോന്നുന്നു. ഒരു കാര്യം മാത്രം നാം ആലോചിക്കണം. നമ്മൾ ജീവിക്കുന്നത് മതേതര ഇന്ത്യയിലാണ്. മതേതരത്വമാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഓരോ സംസ്ഥാനത്തും ഇവിടെ ഒരു രാമക്ഷേത്രം പണിതുകൊണ്ടോ അംബേദ്കറിന്റെ 150 അടിയുള്ള പ്രതിമ വെച്ചതുകൊണ്ടോ ഒന്നും നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം മാറില്ല എന്നുള്ള കാര്യം ഓർമ്മ വേണം. അതൊക്കെ നല്ലത് തന്നെ. സ്പിരിച്വൽ ടൂറിസം ഒക്കെ വളരുന്നത് നല്ലത് തന്നെ. പക്ഷേ എല്ലാവരും രാമഭക്തരല്ല. എല്ലാവരും ഈ ഭക്തന്മാരുടെ കൂട്ടത്തിൽ കൂട്ടി ഇന്ത്യയെ മറ്റൊരു രീതിയിലേക്ക് വഴിതിരിച്ചു വിടാനാണ് BJP ശ്രമിക്കുന്നതെങ്കിൽ സത്യത്തിൽ അത് തടയേണ്ടത് ഓരോ ഇന്ത്യക്കാരന്റെയും ആവശ്യം തന്നെയാണ് എന്നുള്ള വസ്തുതയാണ് കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ കോൺഗ്രസിന്റെ ശക്തി ഏറുന്നതും. എന്തൊക്കെയാണെങ്കിലും കേരളത്തിൽ നാളെ എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. കേരളത്തിൽ BJPക്ക് ഒരു സീറ്റ് പിടിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തോ തൃശ്ശൂരോ ഒരു സീറ്റ് എങ്ങനെയെങ്കിലും പിടിക്കാൻ വേണ്ടി എല്ലാ അടവുകളും പയറ്റുന്നു. അവിടെ ചില അടിയൊഴുക്കുകളും ഇപ്പോൾ തന്നെ തുടങ്ങി എന്നാണ് കേൾക്കുന്നത്. ആ അടിയൊഴുക്കുകളിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു പണക്കാരന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഏതാണ്ട് 14,000-ഓളം വരുന്ന തൊഴിലാളികൾ, ആ തൊഴിലാളികളുടെ കുടുംബങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കണമെന്നും ആ വോട്ട് BJPക്ക് ചെയ്യണമെന്നും അങ്ങനെ നാട്ടിക, പാവറട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ആ തൊഴിലാളി കുടുംബങ്ങളുടെ മുഴുവൻ വോട്ടുകളും BJPക്ക് സുരേഷ് ഗോപിയിലൂടെ സമാഹരിക്കാൻ കഴിയണം എന്നുമൊക്കെയുള്ള ചില വാർത്തകളും ഒക്കെ അവിടെ നിന്നും ഇവിടെ നിന്നും വരുന്നുണ്ട്. അതിന്റെ നിജസ്ഥിതി അറിയാൻ വയ്യ. പക്ഷേ എങ്കിലും അടിയൊഴുക്കുകൾ പല സ്ഥലങ്ങളിലും തുടങ്ങിയിരിക്കുന്നു. എന്ത് വില കൊടുത്തും BJP ഒരു സീറ്റ് നേടാൻ വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ കേരളത്തിൽ താമര വിരിയുമോ എന്ന് കണ്ടു തന്നെ അറിയണം. തൃശ്ശൂർ ആദ്യമൊക്കെ ബലാബലം എന്നൊക്കെ പറഞ്ഞു നിന്നെങ്കിലും
കെ മുരളീധരൻ ഏറെ മുന്നിലായത് നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ ഇപ്പോ സുനിൽകുമാർ ഏറ്റവും പിന്നിലായതും കെ മുരളീധരനും സുരേഷ് ഗോപിയും തമ്മിലാണ് മത്സരം എന്നുള്ളതും ആർക്കും മറച്ചു വെക്കാൻ പറ്റാത്ത സത്യമാണ്. കാരണം അതങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. തൃശൂർ പൂരം പോലും കുഴപ്പങ്ങൾ ഉണ്ടാക്കി മുടക്കിയില്ലേ? ഇതിനൊക്കെ ഉത്തരവാദികൾ ആരാണ്? ഈ കാര്യങ്ങളൊക്കെ വോട്ടിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ മഹാകഷ്ടം എന്നു മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്തകൾ അനുസരിച്ച് തൃശ്ശൂരല്ല, തിരുവനന്തപുരത്തല്ല, ഒരു സ്ഥലത്തും താമര വിരിയില്ല എന്ന് തന്നെയാണ്. ആ താമര വിരിയാത്ത സ്ഥലങ്ങളിൽ കുറച്ച് വോട്ട് വിഹിതം കൂടും എന്നും അവിടെയുള്ള സർവേകളും അതേപോലെ തന്നെ അവിടെ നേരിട്ടെത്തിയും ഒക്കെ കാണുന്ന ആളുകളുടെ സംസാരത്തിൽ നിന്നുമൊക്കെ മനസ്സിലാകുന്നത് ഈ പ്രാവശ്യവും താമര വിരിയില്ല.